ഇന്ന് ആഗസ്റ്റ് 15 നമ്മൾ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പം തങ്കലാൻ പോലുള്ള ഒരു സിനിമയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങാനുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ റിലീസിങ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 തന്നെയാണ്. നമ്മളെല്ലാവരെയും ആഘോഷിക്കുന്ന പോലെ ഒരു പാരഞ്ചിത്ത് സിനിമ അത് തന്നെയാണ് തങ്കലാൻ. പാരഞ്ചിത്ത് നമുക്ക് മുന്നേ അറിയാം, നമുക്ക് തന്നിട്ടുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ പൊളിറ്റിക്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കൃത്യമായ പൊളിറ്റിക്സ് അടയാളപ്പെടുത്തിയ ഒരു ചിത്രമാണ് തങ്കലാനും. ചിയാൻ വിക്രം, പാർവതി ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുള്ളത്. മിത്തിൻ്റെയും ഒരു അടിമ ഉടമ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡ്, അതാണ് തങ്കലൻ. KGF എത്തുന്നതിന് മുൻപ് KGF പോലെയുള്ള ഒരു സ്ഥലം, ഒരു ഗോൾഡ് മൈനിങ് സ്ഥലം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് അവിടെ ഒരു അങ്ങനെ ഒരു ഗോൾഡ് ഉണ്ടെന്ന് ആളുകൾ അറിയുന്നത്, ഇതൊക്കെ പറയുന്ന ഒരു സിനിമയാണ് തങ്കലാൻ. അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ ആക്ടേഴ്സിൻ്റെ അഭിനയത്തിലേക്ക് നമുക്ക് ഫസ്റ്റ് വന്നാൽ പാർവതിയും വിക്രമും എന്ത് ഭംഗിയായിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്നറിയോ. ചിയാൻ വിക്രമിൻ്റെ ഒക്കെ ഒരു കംബാക്ക് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. വിക്രമൊക്കെ അഭിനയിച്ച സിനിമകളൊക്കെ അടിപൊളിയാണ്. അതുപോലെ അടിപൊളിയായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ബോഡി ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും മേക്കപ്പ് ആയാലും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ആയാലും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാർവതി. മത്സരിച്ച് അഭിനയിച്ചു എന്നൊക്കെ പറയില്ലേ, പാർവതി എന്ത് രസമായിട്ടാണെന്നറിയോ ചെയ്തിട്ടുള്ളത്. ആ മൂഡിനനുസരിച്ച് വിക്രമിനോട് കൂടെ കെഡ പിടിക്കുന്ന പോലത്തെ അഭിനയം രണ്ടുപേരും കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെയുള്ള എല്ലാവരും അതിന് ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇത് കറക്റ്റ് പറയുന്നത് ഈ ഈ വിക്രമിൻ്റെ ഒരു അല്ലെങ്കിൽ ചിയാൻ വിക്രമിൻ്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഓർമ്മയിൽ അദ്ദേഹം കുറേ കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥകൾ ഒറിജിനലായിട്ട് സംഭവിക്കാൻ പോകുന്നു പിന്നീട്. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കഥയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്. അപ്പം ഇതിൻ്റെ ഒരു ബ്ലെൻഡിങ് എന്ന് പറയുന്നത് ആദ്യം ഒരു കഥ പറയുന്നു, പിന്നെ അത് റിയാലിറ്റി ആകുമ്പോൾ വീണ്ടും അത് തന്നെ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതും അതിൽ നിന്നുള്ള ഡിഫറൻസും അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് പറഞ്ഞത് ഇതൊരു ഗോൾഡ് മൈനിങ് അല്ല, ശരിക്കും നമുക്ക് ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ്. അത് തന്നെയാണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നതും. അത് ഓഗസ്റ്റ് 15 പോലൊരു ഡേറ്റിന് ഇങ്ങനൊരു സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നത് ഭയങ്കര എന്താ പറയുക രസമായിട്ട് അതിലേക്ക് അത് എത്തിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ BGM ആണ് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ. BGMൻ്റെ നല്ല നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഇമോഷൻസ് ബൂസ്റ്റ് ചെയ്യാനും എക്സ്പ്രഷൻസ് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തിക്കാനും BGMും സഹായിച്ചിട്ടുണ്ട്. സോങ്സ് വളരെ ഭംഗിയായിട്ടാണ്. 3-4 പാട്ടുകളുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് എവിടെ പറഞ്ഞു തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അതായത് സിനിമ നമ്മളിലേക്ക് ഒരു സ്ലോ പേസിലാണ് കേട്ടോ ഈ സാധനം പോകുന്നുള്ളത്, ഭയങ്കര സ്ലോ ആയിട്ട്. പക്ഷെ കുറേ കഥകൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയില്ല, അതല്ലായിരിക്കാം സിനിമ. പക്ഷെ അതിനെ കാണുന്ന രീതിയിൽ വ്യത്യാസം വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ തന്നെ അത് കാണണം എന്നാൽ മാത്രമേ സിനിമ ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ ഒരു സിനിമയാണ്. നല്ല പാട്ടുകളാണ്. പക്ഷെ ഞാൻ മലയാളത്തിലാണ് സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ കുറേ ഡബ്ബിങ്ങിൻ്റെ സാധനത്തിൽ കുറേ സാധനം മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. അതായത് തമിഴിൽ തന്നെ പറയേണ്ട, ആ ഭാഷയുടെ ഭംഗിയിൽ തന്നെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് എനിക്ക് മലയാളത്തിലേക്ക് വന്നപ്പോൾ മിസ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ ട്രെയിലറിലൊക്കെ കാണുന്ന ആ പാട്ടില്ലേ തങ്കലാനെ എന്ന് പറയുന്ന ആ പാട്ട് ഭയങ്കര രസമായിട്ടോ തിയേറ്ററിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ. അത് ഇങ്ങനെ BGM അടിച്ച് കയറും. ഇത് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഫൈറ്റിലേക്കൊക്കെ എത്തുന്ന അടിപൊളി ഫൈറ്റ്സ് ഒക്കെയാണ്. അതായത് ഒരു മാസ് ഫൈറ്റ് ഒന്നല്ല, പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ആനിമേഷൻ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കറുത്ത പുലീനെ പോലത്തെ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു ഗ്രാഫിക്കൽ സാധനമാണ്. അതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെയാണ്, ഒരു ഗ്രാഫിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നോർമൽ ഫൈറ്റ്സൊക്കെ വളരെ നല്ല ഫൈറ്റാണ്. വിക്രം ഫാൻസിനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന കൈൻഡ് ഓഫ് ഫൈറ്റാണ്. വിക്രമിൻ്റെ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. വിക്രമിൻ്റെ എക്സ്പ്രഷൻസും അഭിനയത്തിൽ കൊടുത്തിരിക്കുക അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ ഭീകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റുന്നത്. ബാക്കി സിനിമ കണ്ടു തന്നെ അറിയണം എന്തായാലും. ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് വിക്രം ഫാൻസിന് യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമാവുമോ എന്ന് വെച്ചാൽ അത് ഡിപ്പെൻസ് ആണ്. കഥ ആ രീതിയിൽ കാണാൻ പറ്റുന്നവർക്ക് ആ രീതിയിൽ ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വലും അടിപൊളിയാണ് കേട്ടോ. അത് അങ്ങനെ ഒരു സ്പേസ്
വലിയൊരു ഒരു അടിമ വ്യവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് ഗോൾഡ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഗോൾഡ് കണ്ടെത്തുന്ന അങ്ങനെ ഒരു കഥ. പക്ഷേ ഇതിൽ ആരുടെ കൂടെ നിൽക്കണം? സ്വന്തം നാട്ടുരാജ്യത്തിലെ ആൾക്കാർ ഇവരെ അടിമകളെ ഉപയോഗിക്കുന്നു. അതുപോലെ മീൻസ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇംഗ്ലീഷുകാർ ഇവരെ ഉപയോഗിക്കുന്നു. ഇത് രണ്ടും മനസ്സിലാവാതെ ഇവർ വിശ്വസിക്കേണ്ടത് ആരെ? സ്വന്തം ഉടമകളായി നിൽക്കുന്നവരെയാണോ അതോ പുറത്തുനിന്ന് വെള്ളക്കാരെയാണോ? ഇവരെ വിശ്വസിച്ചിട്ട് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ, ഇവരുടെ പ്രതീക്ഷകൾ, അതൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കാണിക്കുന്നുണ്ട്. നല്ല രസമാണ്. എന്തായാലും മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്കൊരു ഫീൽ ഉണ്ട്. എല്ലാവരും പോയി കാണുന്ന ഒരു ഫീൽ ഗുഡ് ആണ്. ഒരു ഡ്രാമ ആണ്, ഫിക്ഷൻ ആണ്, മിത്തും ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. പാരഞ്ജിത്ത് പടം എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് പാരഞ്ജിത്ത് പടമാണ്. അതിൽ പറയുന്ന പൊളിറ്റിക്സും ഭീകരമാണ്, കുറച്ച് ഡെപ്തുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ